അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൂട്ടുകാരെ, സർഗവസന്തത്തിന്റെ കുളിർക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന SSFന്റെ സാഹിത്യോത്സവിന്റെ വേദിയിൽ ആദരവായ മുത്തുനബിയുടെ ഒരു കൊച്ചു കഥ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങകലെ മക്കയിൽ നടന്ന ഒരു കഥയാണിത്. യമനിലെ സുബൈദ് ഗോത്രത്തിലെ ഒരു യുവ കർഷകൻ 3 മുന്തിയ ഒട്ടകങ്ങളുമായി ചന്തയിലെത്തിയതാണ്. ലക്ഷണമൊത്ത ഒട്ടകങ്ങൾ ചൂടപ്പം പോലെ ചെലവാകുന്ന അനുഭവമാണ് അയാൾക്കുള്ളത്. ഇന്ന് എന്തു പറ്റി? രാവിലെ ഒരാൾ വന്ന് വില പറഞ്ഞു പോയതാണ്. പിന്നെ ഉച്ചയായി, സന്ധ്യയായി, ചന്ത അവസാനിക്കാനായി, ഒരാൾ പോലും ഇങ്ങോട്ട് വരുന്നില്ല. ചാവാലി മൃഗങ്ങൾ പോലും വിറ്റുപോകുന്ന ചന്തയിൽ തൻ്റെതിന് മാത്രം എന്താണ് ഈ ഗതി? അയാൾ അസ്വസ്ഥനായി. രാവിലത്തെ ആൾ മാർക്കറ്റ് വിലയുടെ 3-1 വില പറഞ്ഞത്. വല്ല കൂടോത്രവും പറ്റിയോ? ചന്തക്കൂലി കൊടുക്കാൻ പോലും കാശില്ലാതെ ആ കർഷക യുവാവ് സന്ധ്യ ഭയന്നു. അയാൾ ചന്തയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങി ഒട്ടകങ്ങൾക്ക് കാൽ തളയിട്ടു, പുല്ലിട്ട് കൊടുത്തു. മന്ത്രവാദികളെ സമീപിക്കാം, കണ്ണു പറ്റിയതാണെങ്കിൽ അതിന് പരിഹാരം ചെയ്യാം. അയാൾ മറ്റൊരു കച്ചവടക്കാരെ സമീപിച്ച് വിവരം പറഞ്ഞു. ഇത് കണ്ണാറോ കൂടോത്രമൊന്നുമല്ല. രാവിലെ നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് വില പറഞ്ഞത് അബുൽ അക്കമാണ്. അയാൾ പറഞ്ഞ വിലക്ക് മുകളിൽ ഈ ചന്തയിൽ ഒരാൾ പോലും വില പറയില്ല. വില പറഞ്ഞാൽ ആ വിലയും മൃഗവും നഷ്ടപ്പെട്ടത് തന്നെ. ചുളിവിൽ തന്റെ ചരക്കുകൾ കൈക്കലാക്കാനുള്ള മാർഗമായിരുന്നു അയാളുടേത്. തടി ഏടാവണ്ടെങ്കിൽ പറഞ്ഞ വിലക്ക് നൽകുന്നതാണ് നല്ലത്, അയാൾ ഉപദേശിച്ചു. 1 വർഷത്തെ അധ്വാനമാണ്. 100 കൂട്ട ആവശ്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ഇവിടെ വന്നത്. അതെല്ലാം ഇവിടെ വീണുടയെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഒരു ചെറിയ ഒരുവിനെ വാങ്ങി നല്ല വിലക്ക് വിൽക്കുന്ന ഒരു ചെറുകിട കർഷകനായ എന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള ഇവകളെ ഞാൻ വെറുതെ കൊടുക്കുന്നതല്ല. അയാൾ കഅബ പരിസരത്തേക്ക് നീങ്ങി 2 കൈകളും വായയുടെ ഇരുഭാഗത്ത് വെച്ചുകൊണ്ടുള്ള ശബ്ദത്തിൽ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി. ഖുറൈശികളെ, ഇവിടത്തേക്ക് എങ്ങനെ ഉരുപ്പടികളെത്തും? ഈ രാജ്യത്തിൽ നിന്ന് എങ്ങനെ വസ്തുക്കൾ വാങ്ങും? വ്യാപാരം വളരണമെങ്കിൽ സുരക്ഷ വേണ്ടേ? ആദ്യം ഞാൻ ആ ദിക്കുകൾ ജനം അയാളെ നോക്കി. അല്പനേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാം പോയി. കാരണം അവർക്ക് അറിയാമായിരുന്നു ഇത് അബുൽ അക്കമിന്റെ പണിയാണെന്ന്. ആരും ശ്രദ്ധിക്കാതെ അവിടെ കരഞ്ഞുകൊണ്ട് പരക്കം പാഞ്ഞു. പെട്ടെന്ന് ചന്തയുടെ ഒരറ്റത്തെ മൂലയിൽ നേതാവിന് മുമ്പിൽ ജനക്കൂട്ടം കൂടിയിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അനുസരണ അനുയായികളുടെ എന്തോ നിരീക്ഷണത്തിലാണ് അവർ. കൂട്ടുകാരെ, ആ നേതാവ് ആരാണെന്ന് അറിയുമോ? മുത്തുനബിയാണ്. ഈ മുത്തുനബിയാണ് വിവരം ഈ കർഷകന് അറിയില്ല കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് തന്റെ ദൈന്യത പറഞ്ഞു. ഞാൻ യമനിൽ നിന്ന് വരുന്ന കർഷകനാണ്. മാസങ്ങൾ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഇവിടെയുള്ള നേതാവ് എന്റെ ചരക്കുകളെ ചരക്കാക്കി. അയാൾ പറഞ്ഞു നിർത്തി. ഞങ്ങളുടെ ഒട്ടകങ്ങൾ എവിടെ? നമുക്ക് അങ്ങോട്ട് പോകാം, നേതാവ് പറഞ്ഞു. അങ്ങനെ നേതാവ് അനുയായികളെ കൂട്ടി ഒട്ടകമുള്ള സ്ഥലത്തെത്തി. ലക്ഷണമൊത്ത ഒട്ടകങ്ങൾ. എന്തു വില കിട്ടണം? തിരുനബി ചോദിച്ചു. ന്യായവില കിട്ടണം. അതിന് തന്നെ ന്യായവില എത്രയാ? 100 പണം. 90 ആയാലോ? വിൽക്കാം, തൃപ്തിയാണ്. എന്നാൽ ഞാൻ ഇതിനെ 3-നും വാങ്ങി 100 പണത്തിന് തന്നെ. പക്ഷേ പണം അല്പം താമസിച്ചേ തരൂ. എന്താ, പറ്റുമോ? എനിക്ക് സമ്മതം. അങ്ങനെ 3-ന്റെ ജീനി പൊട്ടിച്ച് നേതാവിന് നൽകി. ജീനി ഏറ്റുവാങ്ങിയ തിരുനബി കഅബ പരിസരത്തിന്റെ നടുവിലെത്തിക്കൊണ്ട് വിളിച്ചു പറയാൻ തുടങ്ങി. ലക്ഷണമൊത്ത ഒട്ടകളുണ്ട്, ആവശ്യക്കാരുണ്ടോ? നല്ല ഉരുപ്പടികളാണ്. ആവശ്യക്കാർ ഓരോന്നായി വരാൻ തുടങ്ങി. അതുവരെ അവർ അബുൽ അക്കമിനെ ഭയന്ന് മാറി നിൽക്കുകയായിരുന്നു. ഒട്ടകങ്ങളെ ഓരോന്നായി വിറ്റു. കർഷകന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പണം എണ്ണി വടിയിൽ വെച്ച് നന്ദി പറഞ്ഞു തവാഫിനായി കഅബയിലേക്ക് നീങ്ങി. നേതാവ് ലാഭവീതവുമായി സഫ കുന്നിന്റെ അപ്പുറത്തുള്ള അബ്ദുൽ മുത്താലിബ് എന്ന കോളിലേക്ക് ചെന്ന് അവിടെയുള്ള വിധവകൾക്ക് പണം വീതിച്ചു നൽകി. അല്പനേരം കഴിഞ്ഞപ്പോൾ നേതാവ് അബൂജഹലിനെ കണ്ടു. അവന് ശക്തമായ ജാള്യതയുണ്ടായി. ഓ അബുല്ലക്കം, ആരെയും വേദനിപ്പിക്കരുത്. നോക്കൂ കൂട്ടുകാരെ, എല്ലാ സമയം മറ്റുള്ളവരുടെ വേദന അറിയാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമുക്ക് കഴിയണം. ആരെയും വേദനിപ്പിക്കരുത്. മുത്തുനബിയാണ് നമ്മുടെ മാതൃക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.